എന്തില്ല, സുഖമല്ല എല്ലാവർക്കും. എന്താണ് വിശേഷം? ന്യൂ ഇയർ ആയിട്ട് ഇവിടെ ന്യൂ ഇയർ ആയിട്ട് നമുക്കെല്ലാവർക്കും വളരെ നല്ല വിശേഷമാണ്. എൻ്റെ സോറി, ലൈക്ക് ഐ ഡോണ്ട് ലുക്ക് ഐ റിയലി തിങ്ക് ഐ ഡോണ്ട് ലുക്ക് ഗുഡ് റൈറ്റ് നൗ ബിക്കോസ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണ്. ബേബിയും ഞങ്ങളുടെ ആ ഒരു റുട്ടീൻ ആയിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാത്രിയൊന്നും ഉറങ്ങാറില്ല. രാവിലകളിൽ വാവ വളരെ ഉറങ്ങി സമയം തീർക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. രാത്രി ആയാൽ ദിത്തേ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് ഉറക്കം തീരെയില്ല. ഐ നോ, ലൈക്ക് ഫുൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഐ എം ഓൾസോ ടേക്കിംഗ് ഇറ്റ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് മദർഹുഡ് ആൻഡ് മദർ ഇസ് മദറിങ്. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ബിക്കോസ് ഇന്ന് വെയിൽ പോയോ, ഞാൻ വരുമ്പോൾ ഇതിന് ഈ വെയിലിന് പോകേണ്ട സോറ്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് നോറക്കുട്ടിയുടെ ഇരുപത്തെട്ടാമത്തെ ദിവസം. ആ സംഭവം ഫങ്ഷനില്ല, 28ആണ്. അപ്പം ചില സ്ഥലങ്ങളിൽ അതിന് നൂലുകെട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പേരിടൽ ചടങ്ങ് എന്നെല്ലാം പറഞ്ഞു, പാല് കൊടുക്കൽ, പേരിടൽ, അങ്ങനത്തെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. സോ നമ്മൾ വിചാരിക്കുന്നത് നൂലുകെട്ട് എന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഈ പേരിടൽ എന്ന് പറയുന്നത് ഐ തിങ്ക് നാട്ടിലൊക്കെ പേരിടുന്ന സംഭവം ആ ദിവസമല്ല, 28ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു കറക്റ്റ് എല്ലാവരും പേര് അറിയുന്നത്. വാവൻ നമ്മളിങ്ങനെ ചെവിയിലിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ആദ്യമായിട്ട് ആ പേര് കേൾക്കുന്നത്. ബട്ട് നമ്മളുടെ എങ്ങനെയായിരുന്നു വെച്ചാൽ കാനഡയിൽ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പേരെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വളരെ നേരത്തെ ഡിസൈഡ് ചെയ്ത പേരായിരുന്നു നോറ ഗൗരി ആകാശ്. ആൻഡ് അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നിപ്പോൾ പേര് വിളിക്കും ജസ്റ്റ് ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. ബട്ട് മോർ ദൻ ദാറ്റ് ഐ തിങ്ക് നൂല് കെട്ടുന്ന പോലെ, കാരണം നൂല് കെട്ടുന്ന ആ ഒരു ദിവസമല്ലേ നമ്മൾ ബേബിക്ക് ഈ പൊന്നിട്ട് കൊടുക്കുക, ആദ്യമായിട്ട് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. സോ ആ ഒരു ദിവസം ആണ് ഇന്ന്. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വളരെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം നമ്മളുടെ വീട്ടിൽ തന്നെ, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് എ വെരി കുട്ടി ക്യൂട്ട് ഫങ്ഷൻ. അങ്ങനെ ഭയങ്കര എലാബറേറ്റ് ആയിട്ട് എല്ലാവരും വിളിച്ചിട്ട് പുറത്തൊരു സ്ഥലത്ത് നമ്മൾ പരിപാടി ആക്കണം എന്നല്ല വിചാരിച്ചേ. സോ ദിസ് വാസ് ലൈക്ക് നേരത്തെ ഡിസൈഡ് ചെയ്തായിരുന്നു നമുക്ക് വളരെ ചെറുതായിട്ട് നടത്താമെന്ന്. അതാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും, ആ ഒരു ക്ലോസ്നെസ് നമുക്ക് ഫീൽ ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം പേരിടലല്ല, നൂല് കെട്ടണം, വാവയ്ക്ക് സ്വർണ്ണമൊക്കെ ഇട്ടുകൊടുക്കും, പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊടുക്കും. പിന്നെ എന്താ പിന്നെ ഭക്ഷണം, പായസം. ഐ എം മോർ എക്സൈറ്റഡ് അബൌട്ട് ടുഡേയ്സ് ഫുഡ് ആക്ച്വലി. കാരണം ഇന്ന് നമ്മൾ ബിരിയാണിയാണ് നൂലുകെട്ടിന് നമ്മൾ കൊടുക്കുന്നത്. അടിപൊളിയല്ലേ? കാരണം നമ്മൾ കണ്ണൂരല്ലേ. എൻ്റെ സജഷനായിരുന്നു ബിരിയാണി കൊടുക്കാമെന്ന്. കാരണം എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, എനിക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് നൂലുകെട്ടിന് നമ്മൾ കൊടുക്കുന്നത്. എപ്പിടെ ഇருக்கு. അപ്പോൾ ബിരിയാണി ഉണ്ട്, പിന്നെ എന്താ ഉള്ള കേക്ക് ഉണ്ട്. വെറും കേക്കല്ല, നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാക്കിയ ഹോം മെയ്ഡ് ഹണി കേക്ക്, പിന്നെ പായസം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ചത്തെ മെനു. ഞാൻ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പം ഇത് നേരത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആൻഡ് ടുഡേയ്സ് ഫങ്ഷനിൽ ഐം ജസ്റ്റ് ലൈക്ക് ഐ നീഡ് ടു ഗെറ്റ് റെഡി റിയലി ഫാസ്റ്റ്. അങ്ങനെ ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഐ റിയലി ഫീൽ ലൈക്ക് ഐ ഷുഡ് കീപ് എവറിത്തിങ് വെരി സിമ്പിൾ. ഈവൻ എൻ്റെ സാരി ആണെങ്കിലും വളരെ സിമ്പിളാണ്. കേരള സാരിയാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം വേഷ്ടിയും മുണ്ടും ഉടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ അവസാന ഒരു നിമിഷത്തിൽ ആ ഒരു സാങ്കേതിക തകരാറുകൾ കാരണം വേഷ്ടിയും മുണ്ടും കാണുന്നില്ല. അപ്പോൾ അമ്മേൻ്റെ അടുത്തുള്ള ആകാശൻ്റെ അമ്മേൻ്റെ അടുത്തുള്ള ഒരു വെരി ബ്യൂട്ടിഫുൾ വെരി സിമ്പിൾ കേരള സാരി വിത്ത് വെരി നൈസ് കസവുണ്ടല്ലോ, അങ്ങനെ ഓവർ പവറിങ് ആയിട്ടുള്ള കസവൊന്നുമല്ല ഞാൻ ഉടുക്കുന്നത്. വളരെ നൈസായിട്ടുള്ളൊരു കസമാണ് ഉടുക്കുന്നത്. അപ്പോൾ അതും ഒരു പേർപ്പിൾ ബ്ലൗസ്, സ്ലീവ്ലെസ് ബ്ലൗസാണ് ഇടുന്നത്. ആൻഡ് കീപ്പിംഗ് എവറിത്തിങ് സിമ്പിൾ. ഈവൻ ജ്വല്ലറി ആണെങ്കിലും ഐ തോട്ട് ഇന്നലെ ഞാൻ രാത്രി കുറേ ആലോചിച്ചു,
പിന്നെ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഉറക്കമില്ല, പിന്നെ ഫുൾ ടൈം പിന്നെ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമാവുമല്ലോ. അപ്പോൾ ഒന്നും എനിക്കങ്ങനെ പ്ലാനൊന്നും ചെയ്യാനുള്ള ആ ഒരു മൈൻഡിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെയാണ് എല്ലാം ഡിസൈഡ് ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് ഒരു നല്ലൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബ്ലൗസിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ബ്ലൗസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലൗസാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് ആ ബ്ലൗസ് തുന്നിയത്. പക്ഷെ ഇപ്പം ഏറെ പോയതുപോലെ കുറച്ച് തടി കുറഞ്ഞിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന്. അതുകൊണ്ട് ബ്ലൗസും കുറച്ച് ലൂസായി. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊരു കൺഫ്യൂഷൻസ്, ഇങ്ങനത്തെ ഒരു ടെൻഷൻസ് രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ. വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഓരോ ആൾക്കാരായിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ ഒരു കുട്ടി ഫങ്ഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മുന്നേ എനിക്കിപ്പം എന്തെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കണം, ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും അറേഞ്ചൊക്കെ ചെയ്യണം. കാരണം വീട്ടിൽ നിന്ന് തന്നെ അല്ലേ, അങ്ങനെ വേറെ ആൾക്കാർ വന്ന് ഡെക്കോറൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഞാൻ തന്നെ ഇവിടെയുള്ള കുറച്ച് എൻ്റെ ഒരു കിൽപ്പിത്തിരികൾ, ഒരു ബ്രാസിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നേരത്തെ കുറച്ചൊരു അറേഞ്ച്മെൻറ്റ് പോലെ. എനിക്കിങ്ങനെ പൂക്കൾ കുറച്ച് വേണമായിരുന്നു ഐ മീൻ റിയൽ ഫ്ലവേഴ്സ് വേണം എന്നുണ്ടായിരുന്നു. ബട്ട് എൻ്റെ പ്ലാനിങ് കുറച്ച് തെറ്റിയതുകൊണ്ട്, കുറച്ചല്ല നല്ലോണം തെറ്റിയതുകൊണ്ട് എവിടെയും ഫ്ലവേഴ്സ് കിട്ടിയില്ല എനിക്കിന്ന്. അതുകൊണ്ട് നമ്മൾ ഉള്ളതുപോലെ നമ്മൾ ഇന്ന് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. എൻ്റെ സാരിക്ക് പറ്റിയൊരു ജ്വല്ലറി ഞാൻ പറഞ്ഞല്ലേ സിമ്പിളാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒരു കമ്മൽ മാത്രം, കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഒരു കമ്മൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഐ വാസ് ലൈക്ക് മേ ബി ഐ ക്യാൻ ഷോ യു മൈ ഇയറിംഗ് കളക്ഷൻ. എനിക്ക് നല്ലൊരു ഇയറിംഗ് കളക്ഷൻ ഉണ്ട്. കുറേ കാലം ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഇയറിംഗ് കളക്ഷൻ. ഇതെല്ലാം ഞാനിങ്ങനെ ഒരു ബോക്സിൽ വെച്ചിട്ടാണുള്ളത്. ഈ ബോക്സിൽ വേറെയും പല സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ കമ്മൽ കാണിച്ചു തരാം. ആൻഡ് ഐ നീഡ് ടു ഡിസൈഡ് വിച്ച് വൺ ഐ ഷുഡ് വെയർ ടുഡേ വിത്ത് ദറ്റ് വെരി സിമ്പിൾ കേരള സാരി. ഇതിനകത്ത് ക്യാമറ തിരിച്ചു വെക്കാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഒന്ന് തിരിച്ച് കാണിക്കുമ്പം എൻ്റെ കമ്മലിൻ്റെ ആ ഒരു ഭംഗി കാണുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. കുറച്ചേ ഉള്ളൂ. ഇത് എനിക്കൊന്ന് തലശ്ശേരിയിൽ നിന്ന് തന്നെ എവിടുന്നോ ഞാൻ വാങ്ങിയതാണിത്. ഇറ്റ്സ് ലൈക്ക് 6 years old ഈ ഒരു കമ്മൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ഗോ വെൽ വിത്ത് മൈ സാരി ടുഡേ. ബട്ട് ഇത് ഭയങ്കര ഒരു ക്യൂട്ട്സി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ആക്ച്വലി ഇടണം എന്ന് വിചാരിച്ച കമ്മൽ, ബിക്കോസ് ഐ എം വെയറിങ് ലൈക്ക് എ purple, I think it's purple, yeah, it's like a purple blouse. അപ്പം അതിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് പോലെ ഈ ഒരു കമ്മൽ കാതിലത്തിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. ദിസ് ഈസ് ഫ്രം കുശാൽ, ബാംഗ്ലൂർ. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇതിനങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് കമ്മൽ. ഞാനിത് കുറേ സ്ഥലത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഐ എം ദറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ likes to normalize wearing ഈ സെയിം കമ്മൽ, സെയിം ഉടുപ്പുകൾ ടു എവറി സ്ഥലങ്ങൾ. അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇട്ട സാധനം തന്നെ ഞാനിടും. സോ ദിസ് ഇസ് ലൈക്ക് എ വെരി നൈസ് കമ്മൽ. ഇതാണ് ഞാൻ ഇന്ന് ഇടണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ലുക്ക് ഗുഡ്. അല്ലെങ്കിൽ നമ്മൾ മാറ്റും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മൽ, ഇതെല്ലാം ആകാശേട്ടൻ്റെ അമ്മ എനിക്ക് മൂപ്പറുടെ കളക്ഷൻ എനിക്ക് തന്നതാണ്. ഇതിങ്ങനെ ഒരു മാട്ടിയൊക്കെ ഉള്ളൊരു കമ്മൽ. ഇത് ഞാൻ ആക്ച്വലി ഇന്നേ വരെ ഞാൻ എവിടെയും ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എൻ്റെ കളക്ഷനിൽ ഇതുണ്ട്. ബട്ട് ഇന്നത്തെ ഡ്രസ്സിന് ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വളരെ നൈസായിട്ടുള്ളൊരു ജുംക്ക പോലത്തെ മാട്ടിയുള്ള ഒരു സാധനമാണ്. പിന്നെ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് ആയാലും ഡ്രസ്സുകളായാലും, അങ്ങനെ കുറേ ഡ്രസ്സുകളൊന്നുമില്ല, എനിക്കുള്ള സാധനം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പം ഇന്നിവിടെ ആർക്കെങ്കിലും കമ്മലിനോ എന്തിനെങ്കിലും ഒരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്നായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക. പിന്നെ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ഐ തിങ്ക് ഇറ്റ് ലുക്സ് എ ലിറ്റിൽ ബിറ്റ് ആൻറ്റീക്ക്. ഭയങ്കര കുട്ടി ഒരു കമ്മൽ, നൈസല്ലേ. പിന്നെ ചാന്ദ്ബാലി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഇതെല്ലാം ആകാശേട്ടൻ്റെ അമ്മ എനിക്ക് മൂപ്പറുടെ കളക്ഷനിൽ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കാനഡയിൽ വരുമ്പം എനിക്ക് തന്നതാണ് ഇതൊക്കെ. സോ ഇറ്റ്സ് എ വെരി നൈസ് കമ്മൽ.
ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ കുറേ ഒന്നുമില്ല കളക്ഷനിൽ. ഇതാണ് ഞാൻ ആക്ച്വലി സീമന്തത്തിനിട്ട ഒരു ഇതെങ്ങനെയാ വരാ ഇങ്ങനല്ലേ, സീമന്തത്തിനിട്ട കമ്മലാണ്. ഇതെനിക്ക് ആക്ച്വലി ഒരു കൊലാബിന് കിട്ടിയ കമ്മലാണ്. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് ആ ഒരു ഇയർ കഫ് പോലെ വരുന്ന ആ ഒരു വിത്ത് ജുംക. ഇറ്റ്സ് ആക്ച്വലി വെരി പ്രിറ്റി. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. പിന്നെന്നാ ഇത്രയേ ഉള്ളൂ, വേറെ എല്ലാം എവിടെല്ലോ ആണെന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു സാധനം എവിടെയാണ് വെച്ചതെന്ന് ചില സമയം ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വളരെ ഭദ്രമായിട്ട് അത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ എവിടെയാണ് വെച്ചതെന്ന് മാത്രം ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ചെറിയൊരു അസുഖമുണ്ട്. ഇത് വളരെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ജുംക്കാണ്. ഇത് ഞാൻ ആക്ച്വലി ലാസ്റ്റ് വിഷുവിന് നാട്ടിൽ വന്ന സമയത്ത് കേരള സാരീൻ്റെ കൂടെ ഇട്ട ഒരു കമ്മലാണ്. നല്ലൊരു കമ്മലാണ്, ഇഷ്ടമാണ്. ഇത്രയൊക്കെ ഇപ്പോൾ കാണുന്നുള്ളൂ ഗൈസ്, ബാക്കിയൊന്നും ഇപ്പം താൽക്കാലികമായി കാണുന്നില്ല. പിന്നെ ഇതും ലാസ്റ്റ് വൺ, ഈ പെട്ടിയിൽ കാണുന്ന ലാസ്റ്റ് വൺ ആണിത്. ബട്ട് ദിസ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ബിഗ്. സോ ഐ റിയലി തിങ്ക് ഐ എം ഗോയിങ് ടു ഗോ ഫോർ ദിസ് വൺ ടുഡേ, ബിക്കോസ് ആ ഒരു പേർപ്പിളിന് ആ ഒരു കോൺട്രാസ്റ്റ് വരുമ്പം ഇത് കാണാൻ രസം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതിടാം. ഞാൻ റെഡി ആവുന്നതും സാരി ഉടുക്കുന്നതൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് കാരണം ഞാൻ ഓൾറെഡി ഭയങ്കര ലേറ്റാണ്. ഐ നീഡ് ടു റഷ്. സോ നേരെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം. അപ്പോൾ നമുക്ക് പരിപാടി കാണാം. ഫോർ ദ പരിപാടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ്. അതല്ല ആരാ ചെയ്തത്? ഞാനും അമ്മയെ കൂടിയിട്ടാണ് ചെയ്തത്. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഹാളിൽ തന്നെയാണല്ലോ സെറ്റപ്പ് ചെയ്തത്. ആകാശേട്ടൻ ബേബിയായിട്ട് എവിടെ ഇരിക്കുന്നു? ഹാളിൽ തന്നെയാണല്ലോ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള കുറച്ച് എന്താ പറയുക, ക്യൂട്ട്സി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇത് അഷ്ടമംഗല്യ തട്ട്, ഇത് അമ്മ തന്നതാണ്. ഫാബിൻ്റെ നിന്ന് കുറച്ച് പ്രോപ്സ് വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കുറേ കാലങ്ങളെടുത്ത് ഇങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ വാങ്ങിയ സാധനമാണ് ഈ ഒരു കുന്തിരിക്കം പുകക്കൽ മെഷീൻ. പക്ഷെ ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് ചൂടാവും. ഇത് നമുക്ക് തുണി ചുറ്റാ, മറ്റേ കയറിന്റെ പക്ഷെ ഇപ്പൊ ഇത് കറന്റ്ലി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചൂട് റേഡിയേറ്റ് ചെയ്യും. അപ്പൊ വളരെ സൂക്ഷിച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ കൈപ്പൊള്ളും. പിന്നെ ഉള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇത് ആകാശേട്ടന്റെ തറവാടിന് 100 കൊല്ലം പഴക്കമുള്ള ഒരു കട്ടറൊന്നുമല്ല. ഇത് ആകാശേട്ടന്റെ അമ്മ എനിക്ക് സ്നേഹത്തോടെ തറവാട്ടിൽ പോയപ്പോ തന്നതാണ്. ആകാശേട്ടന്റെ അമ്മൂമ്മയും തന്നതാണ്. അമ്മൂമ്മ തന്നതാണത്. ഇത് I know എന്റെ അമ്മമ്മ is watching this. അപ്പൊ അമ്മമ്മ ഹായ്. ഹായ് അമ്മമ്മേ. അപ്പൊ നമ്മള് രാവനെ കണ്ടു. ഈ മൊന്ത ഇതിന് 100 വർഷം പഴക്കമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ആന്റീക് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇത് എടുത്തിട്ട് വന്നത്. അതേപോലെ തന്നെ തറവാട്ടിനടുത്ത് മറ്റൊരു സാധനം, മറ്റൊരു മൊന്ത. പിന്നെ മൊന്ത എന്നല്ലേ പറയാ, അതിന് 100 വർഷം ഒന്നുമില്ല. പിന്നെ ഒരു കിണ്ടി പോലത്തെ എന്തോ ഒരു സാധനം. ഇതെല്ലാം ആകാശന്റെ തറവാട്ടിൽ നിന്ന് ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോ എടുത്തതാണ്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതാ നമ്മൾ കാർപ്പറ്റ് തന്നെയാണല്ലോ വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ വിളക്കുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞൊരു പാത്രത്തിൽ നമ്മൾ പാല് വെച്ചിട്ടുണ്ട്. പാല് വേറെ പശുവിൻ്റെ പാലൊന്നുമല്ല, എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് നമ്മൾ വാവക്ക് കൊടുക്കുന്നത്. കാരണം മറ്റു പാലുകളെല്ലാം 6 monthsന് ബേബീസിന് വേറെ പുറത്തുള്ള ഫുഡ് കൊടുക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല, ഈവൻ വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ്. സോ അതുകൊണ്ട് തന്നെ വി മെയ്ഡ് ഷുവർ ഈ ഒരു ഫംഗ്ഷന്, കാരണം എല്ലാവരും വാവക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിന് പാല് കൊടുക്കുന്ന സംഭവം. അപ്പോൾ വി മെയ്ഡ് ഷുവർ വായിൽ ഇങ്ങനെ തൊട്ടെടുക്കല്ലേ ചെയ്യാ പാല്. അപ്പോൾ വി മെയ്ഡ് ഷുവർ അത് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ആകർഷത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു, അപ്പം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഇങ്ങനെ വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല. ഇതൊരു പഴയ നമ്മളുടെ അടുത്തൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, അത് മടക്കിയിട്ടാണ് ഇവിടെ ഒരു മുണ്ടിന്റെ മേലെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഇരിക്കാൻ വേണ്ടിട്ട്. എന്നാ ഗദ്ദയോ എന്നത് ഹിന്ദി അറിയില്ല. ഒരു കുഞ്ഞൊരു പ്ലാറ്റ്ഫോം പോലെ.
സോ അതാണ് നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ്. അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നുമല്ല, അപ്പം ചെറിയൊരു ഫംഗ്ഷനുണ്ട്, കുഞ്ഞി സെറ്റപ്പ്. പിന്നെ ചടങ്ങ് നമ്മൾ തുടങ്ങിയപ്പം അമ്മ ആദ്യം വിളക്കെല്ലാം കൊളുത്തിയിട്ടാണ് തുടങ്ങിയത്. ഐശ്വര്യമായിട്ട് നമ്മുടെ അടുത്തൊരു വളരെ ചെറിയൊരു വിളക്കാണ്, അങ്ങനെ വലിയ വിളക്കൊന്നുമല്ല, അതെല്ലാം കൊളുത്തിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആൻഡ് ചടങ്ങ് ആദ്യം തന്നെ നൂല് കെട്ടിയിട്ടാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം തന്നെ ആ ഫംഗ്ഷൻ തുടങ്ങുക. എന്തായിട്ടും നമ്മളിങ്ങനെയാണ് ചെയ്തത്. ആൻഡ് സത്യം പറയാലോ, ഐ വാസ് ഫീലിംഗ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഹോൾ ഫംഗ്ഷൻ ആൻഡ് എവറിബഡി ബീങ് ഹിയർ ഫോർ മൈ ബേബി. കാരണം വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, നോറേൻ്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷനല്ലേ ഈ നൂലുകെട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഉള്ള ആ ഒരു മൊമെൻറ്റ്, ഐ അണ്ടർസ്റ്റുഡ് ദറ്റ് ഐ എം റിയലി തിങ്കിങ് ലൈക്ക് എ മദർ. ഓ, എൻ്റെ കുട്ടീൻ്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ, എൻ്റെ കുട്ടി ലൈക്ക് യു നോ വാട്ട് ഐ മീൻ. ആൻഡ് എനിക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമെന്ന് എൻ്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ഐ വാസ് ഓൾസോ തിങ്കിങ്, ഒരു കുഞ്ഞു സാധനം എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇങ്ങനെയും ചിന്തിക്കാൻ പറ്റുമെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഞാൻ കുറേ ആലോചിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് സോ ഇൻക്രെഡിബിൾ ഹൗ ദീസ് ലൈക്ക് സ്മോൾ ബേബീസ് ക്യാൻ ബ്രിങ് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ അവർ ലൈഫ്. വേറെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓൾസോ ഈ നൂല് കെട്ടുമ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വാവക്ക് നൂല് കെട്ടുമ്പോൾ, പക്ഷേ നൂല് കെട്ടിക്കൊടുക്കുമ്പോൾ വി വർ തിങ്കിങ് ലൈക്ക് ഇനി വാവക്ക് ഇത് കെട്ടിക്കൊടുത്ത് ഇനി ടൈറ്റ് ആവുമോ, ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളുടെ കല്യാണത്തിന് പോലും നമുക്ക് ഇത്ര ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല, പക്ഷേ നമ്മളുടെ ബേബീൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വി വർ ഫീലിംഗ് എ ലിറ്റിൽ ബിറ്റ് ഭയങ്കര ശ്രദ്ധയോടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായത്. നൂലെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വാവക്ക് ആദ്യമായിട്ട് ഗോൾഡ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. ആൻഡ് ഈ എല്ലാ ഗോൾഡും അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് വാവക്ക് വേണ്ടിയിട്ട്. ആൻഡ് എന്തൊക്കെ അതിനകത്ത് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അച്ഛൻ, അമ്മ, ആകാശൻ്റെ അനിയത്തി എല്ലാവരും പല പല സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. തള, വള, അരിഞ്ഞാണം, ഇതൊക്കെ ഇട്ട് കൊടുത്തു. ആൻഡ് ഷി വാസ് ലുക്കിംഗ് സോ പ്രിറ്റി. ആദ്യമായിട്ട് ആ ഒരു തരി പൊന്നിടുമ്പോഴുള്ള ആ ഒരു ഭംഗി വാസ് ലൈക്ക് വേറെ തന്നെ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഫംഗ്ഷൻ തുടങ്ങുമ്പം എനിക്ക് ചെറിയൊരു വറി ഉണ്ടായിരുന്നു. കാരണം ഈ ലൈറ്റിൻ്റെ ചൂട് കാരണം, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ വാവേനെ ക്രാങ്കി ആക്കുമോ, വിൽ ഷി ബി ഫസി എന്നൊക്കെ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഇനീഷ്യലി ഷി വാസ് ആക്ച്വലി വെരി ചിൽ അബൌട്ട് ഇറ്റ്. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ആൾ കുറച്ചൊരു ക്രാങ്കി ആവാൻ തുടങ്ങി. ആൻഡ് ഐ വാസ് ഓൾസോ ഫീലിംഗ് വെരി വറീഡ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബേബി കരയുമ്പം നമ്മളും ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുമല്ലോ, ഒരു ആങ്സൈറ്റി വരുമല്ലോ. ആൻഡ് ആ ഒരു ആങ്സൈറ്റി എനിക്ക് വന്നിട്ടുണ്ടായി. ആൻഡ് എന്നിട്ടാണ് ആ ഒരു ക്രാങ്കിനെസ് എല്ലാം കുറച്ച് മാറിയിട്ടാണ് നമ്മൾ പേര് വിളിച്ചതും അതേപോലെ തന്നെ പാല് തൊട്ട് കൊടുക്കാൻ ഓരോ ആൾക്കാർ തുടങ്ങിയതും. ആൻഡ് പേര് നമ്മൾ നേരത്തെ ഇട്ടതാണ്, ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ. പക്ഷേ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പേര് വിളിച്ചു, നോറ, ഗൗരി, ആകാശ്. വാവ പിന്നെ ക്രാങ്കി ആവാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം വാവയ്ക്ക് പാലിങ്ങനെ തൊട്ട് കൊടുക്കാമെന്ന്. കാരണം ഷീ ഈസ് ഓൾസോ അഡ്ജസ്റ്റിംഗ് വിത്ത് എവറിത്തിങ് അല്ലേ, അപ്പോൾ നമ്മൾ അതിനെ വല്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട, ക്രാങ്കി ആക്കേണ്ട വിചാരിച്ചിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. എല്ലാവരും വേഗം വാവക്ക് വന്ന് പാല് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോവാണ് ഉണ്ടായത്. ആൻഡ് പെട്ടെന്ന് കഴിഞ്ഞ ഒരു ചടങ്ങായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. ആൻഡ് എവറിത്തിങ് വെൻറ്റ് സോ വെൽ. ആൻഡ് പിന്നെ ആയിരുന്നു നമ്മളുടെ ഫോട്ടോ സെഷൻ. കുറേ നല്ല രസമുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. കുറേ ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റിയലി നമുക്കൊരു ആൽബം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല ഫോട്ടോസ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം സന്തോഷമല്ലേ, ആ സന്തോഷം വല്ലാണ്ട് എനിക്ക് ഈ ദിവസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് പരിപാടി എനിക്ക് ഭയങ്കര ഹോൾസം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി. കാരണം നമ്മളുടെ അത്രയും ക്ലോസ് ആൾക്കാർ മാത്രമാണ്. ആൻഡ് വി കുഡ് റിയലി ഫീൽ ദറ്റ് നല്ലൊരു വാം ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബേബിക്കും നമുക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആൻഡ് നല്ലൊരു വൈബായിരുന്നു. ആൻഡ് വി ഓൾ ഫെൽറ്റ് വെരി ഹാപ്പി വിത്ത് ദിസ് വെരി ഇൻറ്റിമേറ്റ് ഫങ്ഷൻ. അങ്ങോട്ടൊക്കെ അമ്മ
കുഞ്ഞാ ആന്റി ഇവിടെ ഇവിടെ ചോദിക്കുന്നത് അയ്യോ ഇത് നോറ ബേബിന്റെ ബർത്ത്ഡേ അല്ല 28ആണ്. ഇത് വീഡിയോ രണ്ട് വാക്ക് എന്തെങ്കിലും പറ. നോറ ബേബി നാളെ എല്ലാരും ഏറില്ല. ഫുൾ തിരക്കാണ് അവിടെ, നടക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒരു രണ്ട് വാക്ക് ആകാശ് ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ, ഒരു ഫോട്ടോ എടുക്കണം. ചേച്ചിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആദ്യം 10-ാം തീയതി. ഹലോ അല്ല, ഇവരല്ല എപ്പോഴും ഇങ്ങനെ വിക്ടറി കാണിക്കുന്ന കുറെ ജനറേഷൻ. എന്താണ് ക്യാമറാമാൻ വരുമ്പോ വളരെ മയത്തിൽ തോന്നുന്ന അനുശ്രീ. ഗായത്രിയും അങ്ങനെ തന്നെ. ഗായത്രി പൈലറ്റ് ആണ്. ഉടനെ പറക്കും. ഒരവസരം കിട്ടിയാൽ അപ്പം ഞാൻ പറക്കെന്ന് പറയുന്ന ഗായത്രി പൈലറ്റ്. നല്ല ഫുഡാണോ? ഭയങ്കര നല്ല ബിരിയാണി ആണ് ശരിക്കും. ആണോ? നമ്മള് ഒരുവിധം കാര്യമൊക്കെ നല്ലതെന്ന് പറയലില്ല. അതെ, നമ്മള് ഈ പരിപാടിക്ക് നമ്മൾ ചിക്കൻ ബിരിയാണിയും വെജ് ബിരിയാണിയാണ് എല്ലാവർക്കും നമ്മൾ കൊടുത്തത്. കാരണം ഇവിടെ കുറച്ച് വെജിറ്റേറിയൻസ് ഉണ്ട്, അതുകൊണ്ട്. പിന്നെ ഒരാഴ്ച ഞാൻ ചായ ഒരു കേക്കും കുറെ ആൾക്കാരും. കേക്ക് മുറിക്കാൻ പോകണം. എല്ലാരും വാ. ഫോട്ടോ അല്ല, ഇത് വീഡിയോ. ഇത് മാനേജർ ഇവിടെ. മാനേജർ മാറുകയാ. ബേബി അനങ്ങുന്ന പോലുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തത്? പാട സന്തോഷ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇറ്റ് വാസ് എ വെരി നൈസ് കുഞ്ഞി ഒരു ഫങ്ഷൻ. ആൻഡ് ഇപ്പോൾ അമ്മ ഒരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എക്സ്ട്രാ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ പറഞ്ഞതുകൊണ്ട് അത് കുടിച്ച ഉടനെ ഞാൻ ഷുഗർ ഹൈ ആയി. ഞാൻ കുറച്ച് നേരം ഒന്ന് മയതിന് ശേഷം ഇപ്പോൾ എണീച്ചാണ്. ഇപ്പം ഞാനും അമ്മയും ബാക്കിയെല്ലാവരും എവിടെയോ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ടി വി, നമ്മളെല്ലാവരും എന്ന് പറയാൻ ഞാനും അമ്മയും മാത്രം ഇവിടെ ടി വി കാണുന്നതാണ്. ആൻഡ് ആ സാരിയെല്ലാം ഒന്ന് ഊരിക്കളഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ അമ്മേ? ഒരാശ്വാസം. എണീച്ചാ വാവ? വാവ നല്ല പാലെല്ലാം കുടിച്ചിട്ട് ഉറക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ എണീക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഒച്ചപ്പാടാക്കുന്നില്ല. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ടാറ്റാ.